ഹായ് ടീ, നമ്മുടെ വിൽഫ്രഡിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തൃശ്ശൂരാണ്. തൃശ്ശൂർ ബ്ലൂ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കാർ ഷോറൂമിലാണ് കേട്ടോ. ബ്ലൂ വേവ് അത് നമ്മളിവിടെ ഒരുപാട് വണ്ടികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഓരോ വീഡിയോകൾ ചെയ്യാറുണ്ട്. പൂങ്കുന്നം സെൻട്രൽ, തൃശ്ശൂർ പൂങ്കുന്നം സെൻട്രലാണ് കേട്ടോ ഈ ഷോറൂം വരുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് വണ്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേഗം, എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട് ഇവിടെ. വെള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാന്ന് പറഞ്ഞാലും തൃശ്ശൂരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. നല്ല ക്വാളിറ്റി വണ്ടികളാണ് കേട്ടോ. സമയം കളയുന്നില്ല. നെഗോഷ്യബിൾ പ്രൈസാന്ന് പറഞ്ഞേക്കണേ. ഇവിടെ പറഞ്ഞുതരാൻ ആരുമില്ല. അപ്പോൾ വണ്ടിയുമ്പോൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്, ഞാനാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ അതിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഓൾറെഡി. അപ്പൊ എല്ലാം നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണെന്ന് അവർ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചേച്ചിയുണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഒരു മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് വേഗം കാണിക്കാം കേട്ടോ. നമ്പറും കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും നമ്പർ സ്ക്രീനിലും വെച്ചിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കാൻ മറക്കല്ല കേട്ടോ. അടുപ്പിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ആൾട്രോസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾട്രോ 2022 മോഡലാണ്. പെട്രോള് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. തൃശ്ശൂർ എന്ന് പറയുന്നത് പ്രോപ്പർ തൃശ്ശൂർ സ്റ്റേഷൻ ആണ്. 8,50,000 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. 2022 മോഡല് ആൾട്രോസ് ഇട്ട. വീണ്ടും ഒരു ഹോണ്ട സിറ്റി പരിചയപ്പെടാം. ഹോണ്ട സിറ്റിക്ക് നമുക്ക് 2016 മോഡല് പെട്രോള് 40,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പ് 7,65,000. ഓക്കെ, അപ്പോൾ ഇതിന് കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് ഡീസൽ അല്ലേ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് ആണ്. പെട്രോളോ ഡീസൽ? പെട്രോൾ ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് i20. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ i20 ആണ് കാണാൻ പോണേ. KL48K1977. ഈ i20ക്ക് റേറ്റ് പറയുന്നത് 2016-17 മോഡലാണ്. പെട്രോള് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പില് 5,50,000 ആണ് കേട്ടോ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. 5,50,000. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. ഇത് സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ആസ്റ്റി ആയിരിക്കും. ബാക്കില് സ്പോർട്സ്, യെസ് സ്പോർട്സ് ആണ് വരുന്നത്. കാരണം അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും വരുന്ന കാര്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് ഓപ്ഷൻ. കാരണം സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇന്റിഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ബാക്ക് AC വെന്റ് വരുന്നുണ്ട്. ഓക്കെ കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റ്. പിന്നെ നമുക്കൊരു വീണ്ടും ഒരു സ്വിഫ്റ്റ് VVT എന്ന് പറയുമ്പോൾ അത് പെട്രോൾ ആയിരിക്കും. അതെ, പെട്രോളാണ്. VXI മിഡിൽ ഓപ്ഷൻ. ഏറ്റവും അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്വിഫ്റ്റിനേക്കാളും അല്ലെങ്കിൽ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിനേക്കാളും സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആണിത്. ഈ സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. കാരണം കുറച്ചുകൂടി ബോഡി ക്വാളിറ്റിയും മൈലേജ് ഒക്കെ നമുക്ക് ഈ വണ്ടിക്ക്, എന്റെ വണ്ടി ഈ വണ്ടിയെ കാരണം പറയുന്നതാണ്, മൈലേജ് ഒക്കെ ഈ വണ്ടി നമുക്ക് 17 വരെയാണ് ഈ സെക്കൻഡ് ജനറേഷൻ ഇറങ്ങുന്നത്. ഈ 17 വരെയുള്ള വണ്ടികൾക്ക്, അതായത് സെക്കൻഡ് ജനറേഷനിൽ 17 വരെയുള്ള വണ്ടികൾക്ക് പെട്രോളില് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 16, 17 വരെ, 16-17 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 15 കുറയാണ്ട് ഈ വണ്ടിക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം കേട്ടോ. എനിക്ക് 16 കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ചും കൂടി ഇപ്പോഴത്തെ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മാരുതിയില്. അത് ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. ഇതിനേക്കാൾ കൂടുതൽ ബോഡി ക്വാളിറ്റി ഉള്ളത്. പിന്നെ കുറച്ച് കുറഞ്ഞാലും ഇതാണ് ബോഡി ക്വാളിറ്റി ഉള്ളത്. ഇപ്പോഴത്തെ വണ്ടി എന്ന് പറയുമ്പോൾ സംഭവം 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി. കാരണം ഏറ്റവും ആദ്യത്തെ വണ്ടി ഞാൻ എടുക്കാൻ പറയില്ല. കാരണം ഏറ്റവും ആദ്യത്തെ ഒരു ഉണ്ട ഷിഫ്റ്റ് ഇല്ലേ, അതെന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് പോയി. പിന്നെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒരുവിധമൊക്കെ ഓടിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരു മിഡില് എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പൊ 4,70,000 ആണ് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. 2015 മോഡല് പെട്രോൾ 65,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. ഞാനേ എന്റെ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. പുതിയ സ്വിഫ്റ്റിന് ഇഷ്ടപ്പെട്ടുള്ള ഒരുപാടുണ്ട്, നിങ്ങൾ എടുത്തോ, വേണ്ടെന്നൊന്നല്ല. ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഒരു 10-16-17 മൈലേജും കിട്ടും നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000-60,000 കിലോമീറ്റർ ഓടിയൊക്കെയാണ് സെക്കൻഡ്സ് നല്ല വണ്ടികളും കിട്ടും പെട്രോളിലാവുമ്പോൾ. പിന്നെ ഒരു കംപ്ലൈന്റ് വണ്ടിക്ക് വരുന്നില്ല കേട്ടോ. എന്റെ 2017 മേടിച്ചിട്ട് എന്റെ വണ്ടിയൊക്കെ 18,000 കിലോമീറ്റർ ഇപ്പോഴും ഓടിയിട്ടുള്ളൂ. എനിക്ക് ബാറ്ററി പോലും മാറ്റേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ആ വൈപ്പർ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, കംപ്ലൈന്റ്സ്. പിന്നെ എന്താണ്, പിന്നെ ഞാൻ ആ ഫോഗ് ലാമ്പ് മാറ്റിയിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് ആകെ വന്നിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഏറ്റവും ചെലവ് കുറഞ്ഞ വണ്ടിയാണ്. ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ എനിക്കറിയില്ല. ഓക്കെ, വേറെ എനിക്ക് പോകാം, സമയങ്ങളല്ല. ഇനി വാഗനർ പറയുകയാണെങ്കിൽ വൈറ്റ് പെട്രോൾ 1,22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ.
2,35,000 കേട്ടോ ഈ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്. ഡയറക്റ്റ് വരാം. ഇതില് 2,35,000 നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ എല്ലാതും. ഇതിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പൊ VXI ആണ്. ഇന്റിഗ്രേറ്റഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. കണ്ടോ VXI ആണ്. നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് വരാം കേട്ടോ വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വാഗണർ ആണ്. ഒരു ഈക്കോ എടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈക്കോ എന്ന് പറയുമ്പോൾ 2016 പെട്രോൾ 15,000 സംതിങ് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ 4,25,000 രൂപ വരുന്നത്. AC 5 സീറ്റർ വണ്ടിയാണ് കേട്ടോ അത്. എല്ലാ റേറ്റും നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. ഞാനത് എപ്പോഴും എടുത്ത് പറയുന്നില്ല. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ റേറ്റ് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കുക. ഒരു സൈലോ E4 2011 വൈറ്റ് ഡീസൽ 1,31,000 കിലോമീറ്റർ, 4th ഓണർ, 2,25,000 കിലോമീറ്റർ ആട്ടോ വണ്ടിക്ക് ആകെ ചോദിക്കണുള്ളൂ. ഡയറക്റ്റ് വന്ന് കണ്ട് സംസാരിക്കുക കേട്ടോ. ഇനി ആ സാൻഡ്രോ 1,00,000 രൂപയാണ് കേട്ടോ. ആ സാൻഡ്രോക്ക് ചോദിക്കുന്ന റേറ്റ് അല്ല ഡീറ്റെയിൽ എഴുതിയിട്ടില്ല, പറയാനാ പറഞ്ഞേക്കണേ. 1,00,000 രൂപയാണ് ചോദിക്കുന്നത്. അതിന്റെ ഓണർഷിപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലും നിങ്ങൾ ഡയറക്റ്റ് കണ്ട് സംസാരിക്കുക. വണ്ടി നല്ല നീറ്റായിട്ട് കിടക്കണമല്ലോ. പെയിന്റിങ് ചെയ്തിട്ടുണ്ടതുകൊണ്ട് നല്ല നല്ല ടയറുകളാണ്. 1,00,000 രൂപേന് ചോദിക്കുന്നുള്ളൂ കേട്ടോ. അതും നിങ്ങൾക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും ഒരു സാൻഡ്രോ. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണല്ലോ വണ്ടി. 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സാൻഡ്രോ വിത്ത് നെഗോഷ്യബിൾ പ്രൈസ്. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ്. ഇതില് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, റൈറ്റ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. AC വർക്കിംഗ് ആണ്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇത്ര പോരെ. നല്ല നീറ്റായിട്ട് വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. 2008 മോഡൽ വണ്ടി. ഞാൻ ഗ്ലാസ് നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. 2008 മോഡല്. ഫ്രണ്ട് ഗ്ലാസ് കൂടി നോക്കാം. 2008 മോഡൽ വണ്ടി കേട്ടോ. അപ്പൊ ഡയറക്റ്റ് വന്ന് സംസാരിക്കുക. അപ്പൊ ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. ഒരു ചെറിയ ഫാമിലി ബെഡ് നോക്കിയിട്ട് ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ. 1,00,000 രൂപയ്ക്ക് ഒരു സാൻഡ്രോ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫ്രണ്ട് ഡോർ പവർ വിൻഡോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ഇത് കൊറോള ഓൾട്ടീസ് നമുക്ക് പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ കേട്ടോ. 3,25,000 ആണ് ഈ വണ്ടിക്ക് ഇത് ചോദിക്കുന്ന റേറ്റ് കേട്ടോ. 3,25,000. ഇത് പെട്രോളാണ്. പിന്നെ ഷെവർലെറ്റ് ക്രൂസ് ഞാനാണ് കാണിക്കുന്നുണ്ട്. ഇനി 3 വണ്ടി കൂടെ ഉള്ളത് കാണിക്കാൻ. ഷെവർലെറ്റ് ക്രൂസും ഒരു ഓഡിയും എടുക്കുന്നുണ്ട്. ഷെവർലെറ്റ് ക്രൂസ് എറണാകുളം രജിസ്ട്രേഷൻ ആണ്. ഇപ്പോഴും ക്രൂസിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. നല്ല നല്ല വൃത്തിയായിട്ട് എടുക്കുന്ന വണ്ടിയാണല്ലോ. 2011 ഡീസൽ 97,000 കിലോമീറ്റർ, സിംഗിൾ ഓണറാണ്. വെറുതെ അല്ല, എറണാകുളം വണ്ടിയാണ്. 3,50,000 ചോദിക്കുന്നത്. ഏതാ മോഡൽ? 2011 മോഡൽ കേട്ടോ. 3,50,000 ചോദിക്കുന്നത്. സിംഗിൾ ഓണറിൽ നല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വണ്ടി. നമ്മുടെ ഒരു ഫേവറേറ്റ് വണ്ടിയായിരുന്നു. 2.0, അതായത് 2000 cc ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതായത് ഇതിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണെന്ന് തോന്നുന്നത് കേട്ടോ. സൺറൂഫ് കാര്യങ്ങളുണ്ട്. റൂഫൊക്കെ അന്നത്തെ കാലത്തൊക്കെ അടിപൊളി വണ്ടിയായിരുന്നു. ഇതിനെ കുറിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാലല്ലോ. ഇതൊക്കെ എല്ലാം നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ. ഡയറക്റ്റ് വരാൻ സംസാരിക്കുക. വീണ്ടും നമുക്ക് ഒരു ഓടി നമ്മൾ അവിടെ പരിചയപ്പെട്ടിരുന്നു. ഇത് MH രജിസ്ട്രേഷൻ ആണ്, റീ രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. ഓടി ആകുമ്പോൾ പിന്നെ നമുക്ക് ലക്ഷറി വണ്ടികൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. A6 ആണ് ഇത്. 2013 മോഡൽ ഡീസല്, 91,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പില് 10 ലക്ഷം രൂപയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ് കേട്ടോ. ഇത് 10 ലക്ഷം എന്ന് പറയുന്നത് NOC പ്രൈസ് ആയിരിക്കും. ഇത് നമ്പർ ആക്കാൻ വേണ്ടി ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കാം. അതൊക്കെ സെപ്പറേറ്റ് ആണ്. അതൊക്കെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രത്തോളം വണ്ടികളാണ് ഉള്ളത്. ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാത്ത വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഇത് സാൻഡ്രോ എത്ര ആൾക്കാരായി? സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ. അതെത്ര? സിംഗിൾ 8 മോഡൽ. പ്രൈസ് എത്ര പറഞ്ഞു? പ്രൈസ് കുറയൂ അല്ലേ?
ഇതാണ് നേരത്തെ ഒരു സാലറി കണ്ടല്ലേ, ഒരു 90,000 ആണ് കേട്ടോ ഈ പറയുന്ന വണ്ടിയുടെ റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഡയറക്റ്റ് വരാൻ നല്ല നീറ്റായിട്ട് നല്ല ഒരു ഭംഗിയിൽ കിടക്കുന്ന വണ്ടിയാണ്. 2008 മോഡൽ വണ്ടിയാണ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞത്, അല്ല 90,000 ആണ്. അപ്പൊ വീണ്ടും നെഗോഷ്യബിൾ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള 80,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ള. ടയറുകളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ 90,000 കുറയുന്നതാണ് കേട്ടോ ചേച്ചി എന്നോട് പറഞ്ഞേക്കണേ.